നമസ്കാരം. ഇന്ന് ഗുരുവായൂരപ്പനെ കുറിച്ച് മറ്റൊരു കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും സശ്രദ്ധം അത് കേൾക്കണം കേട്ടോ. അത്ര നല്ലൊരു കഥയാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കൃഷ്ണഭക്തരായ ദമ്പതിമാർ താമസിച്ചിരുന്നു. അവർക്ക് ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. ആ അച്ഛനും അമ്മയും മകനും ദിവസവും പുലർച്ചയ്ക്ക് മുമ്പ് തന്നെ അമ്പലത്തിൽ ചെല്ലും, ഗുരുവായൂരപ്പനെ തൊഴും. തിരിച്ച് ഗൃഹത്തിലെത്തിയ പൂജാമുറിയിൽ നല്ല ഭംഗിയിൽ നല്ല മനോഹരമായി അലങ്കരിച്ച ഒരു കൃഷ്ണവിഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ പൂജിച്ച് നേദ്യമൊക്കെ അർപ്പിച്ചിട്ടേ ദിവസവും സ്വന്തം ഗൃഹകാര്യങ്ങളൊക്കെ തുടങ്ങുള്ളായിരുന്നു അവര്. ഗുരുവായൂരപ്പനെ സർവസ്വം സമർപ്പിച്ചവരായിരുന്നു അവര്. നാട്ടുകാർ എല്ലാവർക്കും അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർക്ക് എല്ലാവരോടും നല്ല സ്നേഹമായിരുന്നു. അത്ര നല്ല ആൾക്കാരായിരുന്നു അവര്. കാലം അങ്ങനെ കടന്നുപോയി. അവരുടെ മകൻ നല്ല ഭക്തിയോടുകൂടി നല്ല ആളായിട്ട് വളർന്നു വന്നു. നന്നായി പഠിച്ച് നല്ല ജോലിയും കിട്ടി. എല്ലാവരെയും പോലെ അച്ഛനമ്മമാർ മകന്റെ വിവാഹവും ചെയ്തു കൊടുത്തു. അപ്പൊ അങ്ങനെ വൈകാതെ കല്യാണമൊക്കെ കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. പുത്രവധു വന്നേ പിന്നെ അവർ കുടുംബകാര്യങ്ങളിൽ നിന്ന് വിട്ട് കൂടുതൽ സമയം കൃഷ്ണപൂജയൊക്കെ ചെയ്ത് ഭാഗവതമൊക്കെ വായിച്ച് ഭജനയൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി. കാലം ഇങ്ങനെ കടന്നുപോയി. മകനാകട്ടെ ഒരു ആൺകുഞ്ഞ് ജനിച്ചു. ആ കണ്ണൻ വന്നപ്പോ അവർക്ക് തോന്നി അത് കൃഷ്ണൻ തന്നെ, ഉണ്ണികൃഷ്ണൻ തന്നെ, അത് ഗുരുവായൂരപ്പനെ തന്നെ അവർക്ക് മുമ്പിൽ കാണുന്ന പോലെ തോന്നിട്ടോ. അവിടെ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ അടിമയൊക്കെ കിടത്തി ആ കൊച്ചുമകനെ, എന്നിട്ട് മടിയിലിരുത്തി പക്ഷെ ഇങ്ങനെ നാമം ജപിക്കും. ദിവസവും കണ്ണന്റെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ആ കൊച്ചുമകന്. ആ കുട്ടിക്ക് 10 വയസ്സായിട്ടോ. അപ്പൊ നാമം ജപിക്കാനും ഭഗവാനെ തൊഴാനും ഒക്കെ താല്പര്യം കുറഞ്ഞ പോലെ. ഗുരുവായൂർ തൊഴാൻ വീട്ടിലുള്ളവരൊക്കെ നിർബന്ധിച്ചാലും കുട്ടി പോവില്ല. പ്രായം കൂടുന്തോറും കളികളിലും കൂട്ടുകാരുടെ കൂടെ ചുറ്റിക്കറങ്ങാനും ഒക്കെ ആയി കുട്ടിയുടെ താല്പര്യം. ഒരു ദിവസം ആ മുത്തശ്ശി തൻ്റെ കൊച്ചുമകനെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മോനെ, നിനക്ക് മുത്തശ്ശിയോട് ഇഷ്ടമുണ്ടോ? എന്താ മുത്തശ്ശി അങ്ങനെ ചോദിക്കണേ? എനിക്ക് മുത്തശ്ശി എന്ത് ഇഷ്ടാന്ന് അറിയില്ലേ? അപ്പൊ മുത്തശ്ശി പറഞ്ഞു, എങ്കിൽ മുത്തശ്ശി പറയുന്ന ഒരു കാര്യം മോൻ ചെയ്യോ? ഞാൻ പറഞ്ഞ അനുസരിക്കോ? അപ്പൊ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മുത്തശ്ശി എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. അപ്പൊ മുത്തശ്ശി വളരെ വാത്സല്യത്തോടെ ആ കൊച്ചുമകന്റെ കവിളിലിങ്ങനെ തലോടി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ഇനി മുതൽ ദിവസവും നീ ഗുരുവായൂരപ്പനെ തിരുനടയിൽ പോയി തൊഴണം. എന്നിട്ട് എവിടേക്കാണെങ്കിലും നീ പോവാൻ പാടുള്ളൂ. അത് ചെയ്യോ? മുത്തശ്ശിക്ക് വേണ്ടി മോൻ അത് ചെയ്യോ? കുട്ടി പറഞ്ഞു, ഞാൻ ചെയ്യാം മുത്തശ്ശി. ഈശ്വര വിശ്വാസം ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ കുട്ടിക്ക്. എങ്കിലും മുത്തശ്ശിക്ക് കൊടുത്ത വാക്ക് അവൻ പാലിച്ചു. ദിവസവും അവൻ പോവും, ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ ചെല്ലും. പുറത്ത് ഉള്ള ദീപസ്തംഭം ഉണ്ടല്ലോ, അതിന്റെ മുന്നിൽ നിന്ന് തമാശയ്ക്ക് പറയും ഇങ്ങനെ, ദേ ഞാൻ തിരിഞ്ഞട്ടോ എന്ന് പറയും. എന്നിട്ട് തിരിച്ചു വരും. വർഷങ്ങളായിട്ട് ഈ പതിവ് അങ്ങോട്ട് തുടർന്നു. ഒരിക്കൽ പോലും അമ്പലത്തിന്റെ അകത്തേക്ക് കുട്ടി പ്രവേശിച്ചിട്ടില്ല. ഗുരുവായൂരപ്പനെ ഒന്നും നോക്കും കൂടി ചെയ്തിട്ടില്ല. വാർദ്ധക്യമായി ഈ മുത്തശ്ശിക്കും മുത്തശ്ശനും, അവർ ആദ്യം മുത്തശ്ശനും പിന്നെ മുത്തശ്ശിയും അങ്ങനെ ഗുരുവായൂരപ്പനിൽ ലയിച്ചു. പക്ഷെ ആ കൊച്ചുമകൻ ഗുരുവായൂര് എന്നാലും ദിവസവും പോവും, അമ്പലത്തിന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കും. ഒരു ദിവസം ജോലിക്ക് പോണ സമയം അയാളുടെ ബൈക്ക് വേറൊരു വാഹനത്തിൽ ഇങ്ങനെ ഇടിച്ചു. വലിയ അപകടമായിരുന്നു അത്. അത്യാസന്ന നിലയിലായിരുന്നു അയാള്. ആസ്പത്രിയിൽ അങ്ങോട്ട് പ്രവേശിപ്പിച്ചു. വീട്ടുകാരോ കൂട്ടുകാരോ ആരും അറിഞ്ഞില്ല. അത് ആരും അറിഞ്ഞില്ലല്ലോ എന്നുള്ള വേദന കൊണ്ട് ഇങ്ങനെ കടിച്ചമർത്തി ഉറങ്ങാൻ പോലും വയ്യാതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പതാ ഒരു ശബ്ദം, ദേ ഞാൻ അവിടെ ഉണ്ടട്ടോ. എത്ര മധുരം തുളുമ്പണ ശബ്ദം അത്. നല്ല ആശ്വാസം തോന്നി ആ സ്വരം കേട്ടപ്പോ. അയാളിങ്ങനെ കണ്ണു തുറന്നു നോക്കി, ആരെയും കാണാനില്ല. കണ്ണടച്ചപ്പോ പിന്നെയും കേട്ടു, പേടിക്കണ്ട, ഞാൻ അവിടെ ഉണ്ടട്ടോ. സംസാരിക്കാൻ ശബ്ദം അങ്ങനെ പൊങ്ങണില്ല. അയാൾ പിന്നെ ആലോചിച്ചു, ഇതാരാണ്, എന്താണ് ഇങ്ങനെ മറഞ്ഞെന്ന് സംസാരിക്കണേ?
പെട്ടെന്നൊരു മണികിലുക്കം പോലെയുള്ള ഹൃദയം കവരുന്ന ഒരു പൊട്ടിച്ചിരി എന്ന് എന്റെ മുമ്പിൽ വന്ന പോവില്ലേ? എന്നെ കാണുന്ന ഒരിക്കൽ പോലും നീ ആഗ്രഹിച്ചിട്ടുണ്ടോ? ആഗ്രഹിച്ചിട്ടില്ലല്ലോ. പെട്ടെന്ന് അയാളുടെ ഉള്ളിൽ ഒരു പിടച്ചില്. മുത്തശ്ശി തന്നെ മടിയിലിരുത്തി നാമം ജപിക്കാറുള്ളത് ഓർമ്മ വന്നു. അതരം മധുരം വദനം മധുരം വചനം മധുരം. കൃഷ്ണ, ഗുരുവായൂരപ്പ, അവിടുന്ന് തന്നെയാണോ? ഒരിക്കൽ പോലും അങ്ങയിൽ വിശ്വാസം തോന്നാത്ത എന്റെ അടുത്ത് കണ്ണം വന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വീണ്ടും ഭഗവാന്റെ സുന്ദര സ്വരം മുഴങ്ങി. ചങ്ങാതി, എന്നോട് വിശ്വാസം ഇല്ല, വേണ്ടത് വിശ്വാസാണ്. അത് എപ്പോ വേണമെങ്കിലും ഉണ്ടാവും, നഷ്ടപ്പെടുകയും ചെയ്യും. എന്നോട് വേണ്ടത് എന്താ അറിയോ? പ്രേമഭക്തിയാണ്. എൻ്റെ മുന്നിൽ അടിമ കിടത്തിയ നീ എന്നും എന്റേതാണ്. അതുപോലെ എൻ്റെ ഭക്തരുടെ 7 തലമുറയിലുള്ളവരെ ഞാൻ കാത്തുരക്ഷിക്കും. ഇത് ഞാൻ എൻ്റെ ഭക്തന് നൽകിയ വാക്കാണ്. പ്രഹ്ലാദന് പണ്ട് നരസിംഹമൂർത്തി നൽകിയ അനുഗ്രഹമാണത്. അയാളുടെ ഉള്ളിൽ മുത്തശ്ശി പറഞ്ഞു കൊടുത്ത ആ ചിത്രം ഉണ്ടല്ലോ, ഗുരുവായൂരപ്പന്റെ മോഹന ചിത്രം, അത് മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു. തലയിൽ മയിൽപ്പീലി ചൂടി, ഗോപിക്കുറി അണിഞ്ഞ്, കാതിൽ മകര കുണ്ടലങ്ങൾ അണിഞ്ഞ്, കഴുത്തിൽ പാലക്കാമാലയും മുല്ലമൊട്ടുമാലയും ചാർത്തി, വനമാല അണിഞ്ഞ്, പച്ച കല്ല് വെച്ച തോൾവള ചാർത്തി, കൈകളിൽ തടവള അണിഞ്ഞ്, 10 വിരലുകളിലും മോതിരങ്ങൾ അണിഞ്ഞ്, പട്ട് കോണം അണിഞ്ഞ്, അതിനു മീതെ തൃത്തുടകളെ അലങ്കരിക്കുന്ന വിധത്തിൽ വലിയ പൊന്നരഞ്ഞാണം ചാർത്തി, പാദത്തിൽ പൊൻതളകളും തങ്ക കൊലുസും അണിഞ്ഞ്, പൊന്നോടക്കുഴൽ ചുണ്ടോട് ചേർത്ത് പിടിച്ച് മൃദുമന്ദഹാസം പൊഴിക്കുന്ന ചുണ്ടുകളായി ശ്രീ ഗുരുവായൂരപ്പൻ ഇങ്ങനെ നിൽക്കുന്നത് ഓർമ്മ വന്നു. അറിയാതെ തേങ്ങി. എന്റെ ഗുരുവായൂരപ്പ, ക്ഷമിക്കണേ, ക്ഷമിക്കണേ. ഒരു കരസ്പർശം, തലോടൽ. കണ്ണു തുറന്നപ്പോൾ ആരുമില്ല. ചെവിയിലൊരു മൃദുസ്വരം, സാരല്ല, ഞാനില്ലേ കൂടെ, എന്ന് ഞാൻ ഉണ്ടാവൂട്ടോ. അയാളുടെ കണ്ണീന്ന് ആനന്ദ കണ്ണീരിങ്ങനെ നിറഞ്ഞൊഴുകി. കണ്ണുകൾ അടച്ച എല്ലാ വേദനയും വിഷമങ്ങളും മറന്നു. പിന്നെ എന്തിനാ വിഷമിക്കാനുണ്ടോ? ഗുരുവായൂരപ്പനല്ലേ കൂടെ ഉള്ളത്. അയാൾ സ്വസ്ഥനായി അവിടെ അങ്ങനെ കിടന്നു. ശേഷിച്ച കാലം ശ്രീ ഗുരുവായൂരപ്പന്റെ ദാസനായി കൃഷ്ണാനന്ദത്തോടെ ആ മഹാത്മാവ് ജീവിച്ച് ഒടുവിൽ ഗുരുവായൂരപ്പനിൽ ചേർന്നു. ഇതല്ലേ ഗുരുവായൂരപ്പന്റെ കഥ. എന്തൊരു അനുഗ്രഹമാണ് അയാൾക്ക് കിട്ടിയത്. നമ്മൾക്ക് എല്ലാവർക്കും സദാസമയവും ഗുരുവായൂരപ്പനെ വിളിക്കാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, കാത്തുരക്ഷിക്കണേ. നന്ദി.